അതെ, ഞാൻ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടുന്ന് കണ്ടില്ല നിങ്ങൾ മംഗലാപുരത്ത് പോകാൻ ഏകദേശം ഒരു 94, അതുപോലെ തന്നെ കാസർഗോഡിന് പോകാൻ ഏകദേശം ഒരു 41. പിന്നെ നമുക്ക് കാഞ്ഞങ്ങാടിനാണെങ്കിൽ ഒരു 17 കിലോമീറ്റർ, ചീമേനിയിലോട്ട് 10 കിലോമീറ്റർ. ഇവിടെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു 10 സെന്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം റോഡ് നേരെ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാസർഗോഡിന് പോകുന്ന റോഡാട്ടോ. NH66 വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവത്തൂർ അണ്ടർപാസയിലാണ് കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഈ ബസ്സൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഇഷ്ടം പോലെ ബസ് വരുന്നുണ്ട്. ഇതിപ്പോൾ കാഞ്ഞങ്ങാടിൽ നിന്ന് പോകുന്ന റൂട്ടാണ്. അത് നമുക്ക് ചെറുവത്തൂരിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നടക്കാനുള്ള ദൂരത്തിലാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പടന്നയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. NH66 വർക്കും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. മൊത്തം 10 സെന്റ് സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമുക്ക് ചെറുവത്തൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്ന ചെറുവത്തൂർ വില്ലേജിൽപ്പെട്ട സ്ഥലമാണ്. സ്ഥലത്തിന്റെ താലൂക്ക് വരുന്നത് ഹോസ്ദുർഗ് താലൂക്കിൽപ്പെട്ട സ്ഥലം കേട്ടോ. ഞാൻ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ല, നിങ്ങൾ ഇഷ്ടം പോലെ വണ്ടികളാണ്, ചറപറാർന്ന് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഹൈവേയുടെ സൈഡിൽ. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ വേണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നോളി. നല്ലൊരു കിടുക്കാച്ചി പ്ലോട്ടാണ് കേട്ടോ. അപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. വണ്ടികളൊക്കെ അതാണ് ചീറിപ്പാഞ്ഞ് പോകട്ടോ. ആ റോഡ് നേരെ കണ്ടില്ല നിങ്ങൾ, നേരെ പോകുന്നത് നമുക്ക് കണ്ണൂര് നേരെ പിന്നെ തിരുവനന്തപുരം പോണ റോഡാണ് കേട്ടോ. കണ്ടില്ല, ഇഷ്ടം പോലെ വണ്ടികളാണ്. നമുക്ക് പോകേണ്ടത് അതാണ്. ഈ സർവീസ് റോഡിൽ ഇതാണ്, നടക്കാനുള്ള ദൂരത്തിലാണ് നമുക്കൊരു 10 സെന്റ് സ്ഥലം. വീടൊക്കെ ഈ ഒരു ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ആരെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ടാണ്. പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന നല്ലൊരു 10 സെന്റ് സ്ഥലം. വീട് വെക്കാം, അതുപോലെ തന്നെ ബിൽഡിംഗ് പർപ്പസിനോ അതല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇഷ്ടം പോലെ വണ്ടികളാണ് ചീറിപ്പാഞ്ഞ് പോണ കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നിങ്ങൾക്ക് ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാം, അതുപോലെ തന്നെ വീടുകൾ പണിയാം. ചെറുവത്തൂർ ഏരിയയിൽ വീടുകളൊക്കെ വെക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും കേട്ടോ. നല്ലൊരു കിടിലൻ സ്പോട്ട്, നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിനോട്ട് വരാൻ നമുക്ക് അപ്പുറത്തൂടെ വേറെ റൂട്ടും കൂടി ഉണ്ട്. നമുക്ക് ചെറുവത്തൂർ ടൗണിൽ നിന്ന് ചെറുവത്തൂർ ടൗണിലൊരു മീൻ മാർക്കറ്റ് ഉണ്ട്. ആ മീൻ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ 5ാമത്തെ പ്ലോട്ടാണ്, 5ാമത്തെ വീടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അതിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൽ വരാം. അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സർവീസ് റോഡിൻ്റെ പണി വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ അടുത്തടുത്തുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൽ സൗകര്യം എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാനുള്ള ദൂരം നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുണ്ട്. പിന്നെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, പുറത്ത് ജോലികൾ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നടന്നു പോകാൻ ഒരു ഓട്ടോയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ എത്തുകയും ചെയ്യാം. എങ്ങോട്ട് പോകാനും ഒരുവിധം എല്ലാ ട്രെയിനും നമുക്ക് അവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ണൂരിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അധിക ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് NH വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് നമ്മളെ യാത്രാ സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ആകുകയും ചെയ്യും കേട്ടോ. നമ്മളെ പ്ലോട്ട് വരുന്നതാണ് ഇവിടുന്ന് NH ആ കാണുന്നൊരു വീടുണ്ടല്ലോ നിങ്ങൾ, ആ വീടിനോട് ചാരിയിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ ചങ്കുകൾ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മെയിൻ ഇത് എന്താ വെച്ചാൽ സൗകര്യം എന്താ വെച്ചാൽ ചെറിയ കടകളോ അതല്ല ചെറിയൊരു 10 സെന്റ് സ്ഥലം ചെറിയൊരു ഗോഡൗണുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ചെറിയ എന്താ പറയുക വർക്കിന് കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. ഈ സർവീസ് റോഡിനോട് ഇതാകണ ഈ നോക്കി കാണുന്ന ദൂരം ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ അതിര് എന്ന് പറഞ്ഞാൽ. ഈ മതിൽ കെട്ടിയിട്ടേക്കണ ഈ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ നിങ്ങൾ, ഇതിനകത്തുനിന്ന് 10 സെന്റ് അളന്ന് മുറിച്ച് അലുവാ കഷ്ണമായിരിക്കും ഒരു കഷ്ണം പീസായിട്ട് നിങ്ങൾക്ക് തരും. മേലെ കണ്ടില്ല നിങ്ങൾ NH66 റോഡും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, കറണ്ടിൻ്റെ കണക്ഷൻ കണ്ടില്ല നിങ്ങൾ. നമുക്ക് കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണ നമ്മളെ പറമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഗേറ്റ് എല്ലാം വെച്ചേക്കുന്ന പ്ലോട്ടാണ്. ഇതിനകത്തുനിന്ന് ഒരു 10 സെന്റ് സ്ഥലം അളന്ന് മുറിച്ച് അടുത്ത് തരും. ഈ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീൻ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡാണെന്ന് പറഞ്ഞത്. ഇതാണ് ഈ റോഡാണ് കേട്ടോ. ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ക്വാർട്ടേഴ്സുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കട റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് മേലെ ക്വാർട്ടേഴ്സുകൾ പണിയാം.
അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലൻ കിടുക്കാച്ചി പ്ലോട്ടാണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വെള്ളമൊക്കെ കിണർ കുത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഈ റോഡ് നേരെ ഇങ്ങനെ പോകുന്നത് ചെറുവത്തൂർ മീൻ മാർക്കറ്റിലോട്ട് പോകുന്ന റോഡാണ്. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായൊരു കിടിലൻ കിടുക്കാച്ചി പ്ലോട്ടാണ്. ഈ ഒരു ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് പരിഗണിക്കാം. ഈ ഒരു പ്ലോട്ടിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നാട്ടു നടപ്പനുസരിച്ചുള്ള വിലയ്ക്ക് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിൽ അർജൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിവിൽ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ ഇതുപോലെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.